ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെണ്ടക്ക പയർ തോരനാണ്. അപ്പോൾ വെണ്ടക്ക നന്നായി കഴുകി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പയറും അതുപോലെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ എടുക്കുക. തേങ്ങ കുറച്ച് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, ഇത്ര ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്ന ചൂടാവും വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മളതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് നന്നായി പൊട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. 2-3 വറ്റൽമുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ പയർ ഇട്ട് കൊടുക്കാം. പയർ മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പയർ ഒരു 1/4 വേവായി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കണം. വെണ്ടക്ക ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. വെണ്ടക്കൊക്കെ ഒരു പശ പോലെ ഉണ്ട്, ഒരു കൊഴുപ്പുണ്ട്. അപ്പോൾ അത് പോകണം. അപ്പോൾ അത് ആ സമയത്ത് പയർ വേവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പയറിട്ടിട്ട് ഒന്ന് 1/4 വേവാക്കി എടുക്കുമ്പോഴാണ് നമ്മളിനി അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ പയറിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പയറൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വെണ്ടക്കയാണ്. വെണ്ടക്ക ഇട്ട് കൊടുത്ത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇളക്കി ആ പശ പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.